Hi, welcome to Lash Class. Calicut University second semester Advanced English Language Skills for Literatures-ലെ അസംബ്ലി ലൈൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെയും എക്സ്പ്ലനേഷൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. How much centavos do the Indian have to pay as taxes? ഇനി ഈ ഇന്ത്യൻ്റെ ബാസ്ക്കറ്റുകൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നതിന് വേണ്ടി എത്ര സെൻറ്റാവോസ് അല്ലെങ്കിൽ പൈസയാണ് അയാൾ ടാക്സ് ആയിട്ട് അടച്ചിരുന്നത്? He has to pay a tax of 20 centavos to sell his baskets in the market. അയാളുടെ ഈ ബാസ്ക്കറ്റുകൾ മാർക്കറ്റിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് 20 സെൻറ്റാവോസ് ആണ് അയാൾ ടാക്സ് ആയിട്ട് അടച്ചിരുന്നത്. Why did the Indian go to the market at midnight? ഇനി ഇയാൾ പലപ്പോഴും മിഡ് നൈറ്റിലാണ് മാർക്കറ്റിലേക്ക് പോകാറുള്ളത്. അത് നടന്നിട്ട് എന്തുകൊണ്ടാണ് ഇയാൾ മിഡ് നൈറ്റിൽ പോകുന്നത്? He only had a burro to ride on, which would often go astray. ഇയാൾക്ക് ആകെ ഒരു കഴുതയാണ് ഉണ്ടായിരുന്നത്. ആ കഴുതപ്പുറത്താണ് ഇയാൾക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോകാൻ വേണ്ടി സാധിക്കുക. ഇനി ഈ കഴുതയാണെങ്കിൽ പലപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരിക്കും. ആവശ്യ സമയത്ത് ഇയാൾ നോക്കുമ്പോൾ അതിനെ കാണാറില്ല. Therefore, he had to walk all the way to the market at midnight to reach there on time. അപ്പോൾ മാർക്കറ്റ് തുറക്കുന്ന സമയത്തേക്ക് അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട് രാത്രി തന്നെ ഇയാൾ നടന്നാലാണ് ഇയാൾക്ക് എത്തുമായിരുന്നുള്ളൂ. How many baskets did Mr. Winthrop buy from the Indian? ഇനി മിസ്റ്റർ വിൻത്രോപ്പ് ഇയാളിൽ നിന്ന് എത്ര ബാസ്ക്കറ്റാണ് വാങ്ങുന്നത്? മിസ്റ്റർ വിൻത്രോപ്പ് ബോട്ട് 16 ബാസ്ക്കറ്റ്സ് ഫ്രം ദി ഇന്ത്യൻ. 16 ബാസ്ക്കറ്റുകളാണ് അയാൾ ഈ ഇന്ത്യൻ ക്രാഫ്റ്റ്സ്മാനിൽ നിന്ന് വാങ്ങുന്നത്. ഹി ഓൺലി ഹാഡ് 16 ബാസ്ക്കറ്റ്സ് വിത്ത് ഹിം ആൻഡ് മിസ്റ്റർ വിൻത്രോപ്പ് ബോട്ട് ദം വിത്തൗട്ട് എനി ബാർഗെയിൻ. അയാളുടെ കയ്യിൽ ആകെ 16 ബാസ്ക്കറ്റുകളാണ് ഉണ്ടായിരുന്നത്. ആ 16 ബാസ്ക്കറ്റുകളും വിൻത്രോപ്പ് വാങ്ങുന്നു. ബാർഗെയിൻ ഒന്നും ചെയ്യാതെ അയാൾ പറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് ഇയാളിത് വാങ്ങുന്നത്. What was the deal between Mr. Winthrop and the confectioner? ഇനി വിൻത്രോപ്പ് അമേരിക്കയിൽ പോയതിനു ശേഷം ഒരു കാൻഡി മാനുഫാക്ചറുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു അവരുടെ കോൺട്രാക്ട്? The deal between Mr. Winthrop and the confectioner was to deliver 10,000 ബാസ്ക്കറ്റ്സ് ഇൻ ഒക്ടോബർ. ഒക്ടോബറിൽ ഒരു 10,000 ബാസ്ക്കറ്റുകൾ അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഡീലാണ് അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ദേ ഹാഡ് ഫിക്സ്ഡ് എ പ്രൈസ് ഓഫ് $1.75 ഫോർ എ ബാസ്ക്കറ്റ്. $1.75 എന്നുള്ളൊരു പ്രൈസാണ് അവർ ബാസ്ക്കറ്റിന് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ ഒരു 10,000 ബാസ്ക്കറ്റ് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ള ഡീലാണ് മിസ്റ്റർ വിൻത്രോപ്പും ഈ കാൻഡി മാനുഫാക്ചറുമായിട്ട് ഉണ്ടാക്കിയിരുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഇന്ത്യൻ. ഈ സ്റ്റോറിയിൽ ആ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ്സ്മാൻ ആയിട്ടുള്ള ഇന്ത്യൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ദി ഇന്ത്യൻ ഇൻ ദ സ്റ്റോറി ഈസ് എ ഡീപ്ലി പ്രിൻസിപ്പിൾഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് ക്യാരക്ടർ. ഈ സ്റ്റോറിയിൽ നമ്മൾ ഇന്ത്യനെ കാണുന്നത് ഒരു ഡീപ്ലി പ്രിൻസിപ്പിൾഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് ക്യാരക്ടർ ആയിട്ടാണ്. അതായത് അയാൾക്ക് പേഴ്സണൽ വാല്യൂസ് അല്ലെങ്കിൽ വ്യക്തി മൂല്യങ്ങളുണ്ട്. അതുകൂടാതെ സെൽഫ് സഫിഷ്യൻ്റ് ആണ്, സ്വയം പര്യാപ്തതയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന രീതിയിലാണ് നമ്മൾ ഇയാളെ കാണുന്നത്. ഹി വാല്യൂസ് ട്രഡീഷൻ, ഹാർഡ് വർക്ക് ആൻഡ് ആർട്ടിസ്റ്റിക് ഇൻറ്റഗ്രിറ്റി ഓവർ മെറ്റീരിയൽ ഗെയിൻ. ഇനി അയാൾക്ക് വ്യക്തി മൂല്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. അയാളുടെ മൂല്യങ്ങളിൽ അയാൾ ട്രഡീഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പാരമ്പര്യം. കാരണം അയാൾ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് അയാൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ആർട്ടാണ്. അപ്പോൾ അതിന് അയാൾ വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഹാർഡ് വർക്കിംഗ് ആണ് അയാൾ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ജോലിയാണ് അയാൾ ഒഴിവ് സമയങ്ങളിൽ ചെയ്യുന്നത്. പിന്നെ അയാളുടെ ബാസ്ക്കറ്റുകൾ എന്ന് പറയുന്നത് ഒരു ആർട്ട് വർക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള, അതുപോലെ തന്നെ ഹാർഡ് വർക്കും ട്രഡീഷനും വാല്യൂ കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ ഇയാളെ കാണുന്നത്. He is primarily a farmer and makes baskets in his spare time. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയാൾ പ്രധാനമായിട്ടും ഒരു കൃഷിക്കാരനാണ്. പിന്നെ ഈ ബാസ്ക്കറ്റുകൾ അയാളുടെ ഒഴിവു സമയങ്ങളിലാണ് അയാൾ ഉണ്ടാക്കുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് ഈ സ്ട്രോങ് വർക്ക് എത്തിക് ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ അയാളുടെ വർക്ക് എത്തിക്ക് നമ്മളതിൽ കാണുന്നുണ്ട്. ഈ കൃഷിയിൽ നിന്ന് ഒഴിവുള്ള സമയത്ത് അയാൾ വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് ബാസ്ക്കറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് നമ്മൾ കാണുന്നു. അതുകൂടാതെ ഇൻഡിപെൻഡൻസ് നമ്മൾ കാണുന്നുണ്ട്. കാരണം അയാൾ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് അയാളുടെ ഒഴിവുള്ള സമയത്താണ്. അപ്പോൾ അത്തരത്തിലൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് നമ്മൾ ഈ ഇന്ത്യനെ കാണുന്നു. ഹിസ് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഈസ് നോട്ട് ഡ്രിവൺ ബൈ പ്രോഫിറ്റ് ബട്ട് ബൈ സ്കിൽ ആൻഡ് ഡെഡിക്കേഷൻ. ഇനി പ്രധാനമായിട്ടും അയാൾ പ്രോഫിറ്റ് നോക്കിക്കൊണ്ടൊന്നല്ല ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. ചെറിയ വിലയ്ക്കാണ് അത് കൊടുത്തിരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അയാളുടെ ഒരു ആർട്ട് വർക്ക് എന്നുള്ള രീതിയിലാണ് അയാൾ അതിനെ കണക്കാക്കുന്നത്.
He sees basket making as a spiritual and creative act, not just means of earning money. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയാൾ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിനെ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആയിട്ടും അയാളുടെ ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റിയുമായിട്ടാണ് കണക്കാക്കുന്നത്. പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് അയാൾ അത് കണക്കാക്കുന്നില്ല. ഈച്ച് ബാസ്ക്കറ്റ് ഈസ് മെയ്ഡ് വിത്ത് കെയർ ആൻഡ് പേഷ്യൻസ്, ഷോവിങ് ഹിസ് കണക്ഷൻ ടു ഹിസ് ക്രാഫ്റ്റ്. ഓരോ ബാസ്ക്കറ്റും അയാൾ വളരെ കെയർ ചെയ്തുകൊണ്ട് ക്ഷമയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അയാൾക്ക് ആ ഒരു പ്രവൃത്തിയുമായിട്ടുള്ള കണക്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. ഹി ഈസ് നോട്ട് ഡ്രിവൺ ബൈ ഗ്രീഡ് ആൻഡ് റിഫ്യൂസസ് ടു സാക്രിഫൈസ് ദി ഇൻറ്റഗ്രിറ്റി ഓഫ് ഹിസ് ആർട്ട് ഫോർ മാസ് പ്രൊഡക്ഷൻ. ഇതുകൂടാതെ അയാൾ പണത്തിനോട് ആർത്തിയൊന്നുമില്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ കാണുന്നത്. മിസ്റ്റർ വിൻത്രോപ്പ് വന്നിട്ട് ഒരു 10,000 ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ അതിന് തയ്യാറാവുന്നില്ല. കാരണം അങ്ങനെ ബാസ്ക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു മെക്കാനിക്കലായിട്ടുള്ള ജോബ് പോലെയാവും, അയാളുടെ ഒരു ആർട്ട് അതിൽ നഷ്ടപ്പെടുമെന്നാണ് അയാൾ പറയുന്നത്. His rejection of Mr. Winthrop's offer highlights his dignity and resistance to industrial exploitation. അങ്ങനെ അത്തരത്തിൽ ഈ മിസ്റ്റർ വിൻത്രോപ്പിൻ്റെ ഓഫർ ഇയാൾ റിജക്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ കാണുന്നത് അയാളുടെ ഡിഗ്നിറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അയാൾ ഒരു ഹൈലി പ്രിൻസിപ്പിൾഡ് ക്യാരക്ടറാണ്. അയാളുടെ ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ അയാളെ കാണുന്നു. ഇതുകൂടാതെ അയാൾക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും അയാളുടെ അധ്വാനത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ അയാൾക്കുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഈ 10,000 ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് തരാൻ പറ്റില്ല, അതിൽ ഒരുപാട് ജോലി എടുക്കേണ്ടി വരുന്നുണ്ട്, അപ്പോൾ കൂടുതൽ പൈസയാവും എന്നുള്ള രീതിയിൽ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഈ ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും സ്വന്തം അധ്വാനത്തിൻ്റെ വാല്യൂവിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ അയാൾക്കുണ്ട്. അങ്ങനെ ഈ ചൂഷണം ചെയ്യപ്പെടാൻ വേണ്ടി അയാൾ അനുവദിക്കുന്നില്ല. അത്തരത്തിൽ ഈ വ്യക്തി മൂല്യങ്ങളുള്ള ഡിഗ്നിറ്റിയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ ഇന്ത്യനെ ഈ സ്റ്റോറിയിൽ കാണുന്നത്. How did the Indian respond to Mr. Winthrop's request to make 10,000 baskets? ഇനി മിസ്റ്റർ വിൻത്രോപ്പിൻ്റെ 10,000 ബാസ്ക്കറ്റ് ഉണ്ടാക്കാമോ എന്നുള്ള റിക്വസ്റ്റിനോട് എങ്ങനെയാണ് ഇന്ത്യൻ റെസ്പോണ്ട് ചെയ്യുന്നത്? The Indian did not react with enthusiasm but with practicality and foresight. 10,000 ബാസ്ക്കറ്റുകൾ എന്ന് കേൾക്കുന്ന സമയത്ത് ഒരുപാട് പൈസ കിട്ടുമെന്നുള്ള രീതിയിൽ ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ ഒരു ഉത്സാഹമൊന്നും ഇയാൾ പ്രകടിപ്പിക്കുന്നില്ല. മറിച്ച് അതിനകത്തുള്ള പ്രായോഗികതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരു റെസ്പോൺസാണ് അയാൾ നൽകുന്നത്. Since he was illiterate, he took a day to carefully calculate the true cost of large scale production. ഇയാൾക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്ന കാരണം കൊണ്ട് ഒരു ദിവസത്തിന് ശേഷം മറുപടി തരാമെന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം അയാൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ 10,000 ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി കൊടുക്കുന്നത്. Instead of agreeing to the previous low price, he stated that each basket would cost 15 pesos to produce in bulk. അയാൾ ഓരോ ബാസ്ക്കറ്റുകളും 50 സെൻറ്റാവോസിന് അല്ലെങ്കിൽ 50 പൈസയ്ക്കാണ് വിറ്റിരുന്നത്. എന്നാൽ ഇത്ര അധികം ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോന്നിനും 15 പെസോസ് അല്ലെങ്കിൽ 15 രൂപ വില വരും എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വളരെ വലിയ വില കൂടുതലാണ് ഇങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടാക്കുന്ന സമയത്ത് അയാൾ പറയുന്നത്. He explained this mass production would mean abandoning farming, increasing its living costs. അതിൻ്റെ കാരണങ്ങളും അയാൾ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഇത്രയധികം ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി അയാൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഇത് അയാളുടെ ഒരേ ഒരു വരുമാന മാർഗമായിരിക്കും. അപ്പോൾ നേരത്തെ കൃഷിയിൽ നിന്നുള്ള വരുമാനമൊക്കെ ഉള്ളത് കൊണ്ടാണ് അയാൾക്ക് ഇത്ര കുറച്ച് വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് മാത്രം ഉണ്ടാക്കുന്നൊരു ജോലിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് തരാൻ പറ്റില്ല എന്ന് അയാൾ പറയുന്നു. He stressed that basket making was a personal and spiritual act, not just labor. ഇതുകൂടാതെ ഈ ബാസ്ക്കറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് അയാളുടെ വെറും ഒരു ജോലി മാത്രമല്ല, അയാളുടെ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആണ് എന്നുള്ള കാര്യം കൂടി അയാൾ അവിടെ വിശദീകരിക്കുന്നു. ടേണിംഗ് ഇറ്റ് ഇൻ ടു ആൻ അസംബ്ലി ലൈൻ പ്രോസസ് വുഡ് സ്ട്രിപ്പ് ഇറ്റ് ഓഫ് മീനിങ് ആൻഡ് റെഡ്യൂസ് ഹിം ടു എ മിയർ വർക്കർ. ഇപ്പോൾ ഇയാൾക്ക് ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അയാൾക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട്. കാരണം ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീൽ അയാൾക്ക് അതിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയധികം ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് നഷ്ടമാകും. മറിച്ച് അയാൾ വരും ഒരു വർക്കറിനെ പോലെ ആകും എന്നാണ് അയാൾ പറയുന്നത്. He explained that in such a scenario it would cost the true value of his labor. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അയാൾ എടുക്കുന്ന ജോലിക്കുള്ള കൃത്യമായിട്ടുള്ള വാല്യൂ അയാൾക്ക് കിട്ടണം എന്നാണ് അയാൾ പറയുന്നത്. ഇപ്പോൾ അയാൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ കഴിയുന്നത് കാരണം ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ജോലി അയാൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല, അത് വളരെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അയാളുടെ വർക്കിനുള്ള വാല്യൂ അയാൾക്ക് ലഭിക്കണം എന്നാണ് അയാൾ പറയുന്നത്. ഡിസ്പൈറ്റ് മിസ്റ്റർ വിൻത്രോപ്സ് ഇൻസിസ്റ്റൻസ് ഓൺ പ്രോഫിറ്റ്, ഹി സ്റ്റുഡ് ഫേം ഇൻ ഹിസ് വാല്യൂസ്. മിസ്റ്റർ വിൻത്രോപ്പ്
വിൻത്രോപ്പ് ആണെങ്കിൽ ഇങ്ങനെ 10,000 ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ പൈസ കിട്ടുമെന്നുള്ള രീതിയിൽ ഇയാളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ അയാളുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഹി മേഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ട്രൂ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് കനോട്ട് ബി മാസ് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ലൂസിങ് ഇറ്റ്സ് എസൻസ് ആൻഡ് ഡിക്ലൈൻ ദി ഓഫർ. അയാൾ പറയുന്നത് ഇപ്പോൾ ഇയാൾക്ക് ഓരോ ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അയാൾക്കത് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ജോബാണ്. അതുകൊണ്ടാണ് അയാൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇത്രയധികം ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അയാൾ വെറും ഒരു വർക്കറായിട്ട് മാറും. അപ്പോൾ അയാളുടെ അയാൾ ആ വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. കാട്ടിൽ പോയിട്ട് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്നതും അത് പ്രിപ്പയർ ചെയ്യുന്നതും ഒരുപാട് വർക്ക് വേണ്ടി വരുന്ന ആൾ പറയുന്നുണ്ട്. അപ്പോൾ ആ വർക്കിനുള്ള വാല്യൂ ലഭിക്കണം എന്നുള്ള രീതിയിലാണ് അയാൾ മറുപടി കൊടുക്കുന്നത്. കമൻറ്റ് ഓൺ ദി എൻഡിങ് ഓഫ് ദ സ്റ്റോറി. ഇനി ഈ സ്റ്റോറിയുടെ എൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദി എൻഡിങ് സെർവ്സ് ആസ് എ സിംബോളിക് റിജക്ഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിക്കകത്ത് ഇതുപോലെ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ സിംബോളിക്കായിട്ട് എതിർത്തുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. ദ ക്രാഫ്റ്റ്സ്മാൻസ് റിഫ്യൂസൽ ടു മാസ് പ്രൊഡ്യൂസ് ബാസ്ക്കറ്റ്സ് ഹൈലൈറ്റ്സ് ദ ഡീഹ്യൂമനൈസിങ് എഫക്ട്സ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഈ 10,000 ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കാനുള്ള മാസ് പ്രൊഡക്ഷനെ നമ്മുടെ ക്രാഫ്റ്റ്സ്മാൻ എതിർക്കുന്നുണ്ട്. അത് എതിർക്കുന്നതിന് വേണ്ടി അയാൾ നിരത്തുന്ന കാരണങ്ങളിലൂടെ ഈ ക്യാപിറ്റലിസത്തിൻ്റെ ഡീഹ്യൂമനൈസിങ് എഫക്ട്സ് ഈ സ്റ്റോറിയുടെ എൻഡിങ്ങിൽ ഹൈലൈറ്റ് ചെയ്യുന്നു. His baskets remain unique and handcrafted, avoiding the fate of becoming cheap disposable commodities. ഇയാളുടെ ബാസ്ക്കറ്റ് ഈ സ്റ്റോറിയുടെ അവസാനത്തിൽ അയാളുടെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരു ആർട്ട് വർക്കായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഈ മിസ്റ്റർ വിൻത്രോപ്പ് കൊണ്ടുപോയിട്ട് ചോക്ലേറ്റ് ബോക്സ് ആയിട്ട് ഇതുപോലെ ചീപ്പ് മെറ്റീരിയൽ ആക്കാനുള്ള ശ്രമം അവിടെ നിരാകരിക്കുന്നത് നമ്മൾ കാണുന്നു. ദിസ് അണ്ടർസ്കോർസ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റംസ് ടെൻഡൻസി ടു സ്ട്രിപ്പ് ലേബർ ഓഫ് ഇറ്റ്സ് വാല്യൂ. അപ്പോൾ ഇത്തരത്തിൽ മിസ്റ്റർ വിൻത്രോപ്പ് അതിൻ്റെ വിലയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, ആർട്ടിൽ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ഹ്യൂമൻ ലേബറിനെ വില കുറച്ച് കാണാനുള്ള ക്യാപിറ്റലിസത്തിൻ്റെ ശ്രമങ്ങളെ വിമർശിക്കുന്നതായിട്ട് നമ്മൾ ഈ സ്റ്റോറിയുടെ അവസാനത്തിൽ കാണുന്നു. Mr. Winthrop, focused purely on profit and efficiency, cannot comprehend the craftsman's perspective. ഇനി മിസ്റ്റർ വിൻത്രോപ്പ് ആണെങ്കിൽ പ്രോഫിറ്റിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അയാൾക്ക് ഈ ക്രാഫ്റ്റ്സ്മാൻ പറയുന്ന പെർസ്പെക്റ്റീവ് മനസ്സിലാവുന്നില്ല. ദിസ് കോൺട്രാസ്റ്റ് എംഫസൈസസ് ദി ഏലിയനേഷൻ ഓഫ് ലേബർ ഇൻ ക്യാപിറ്റലിസം. അപ്പോൾ ഈ ക്രാഫ്റ്റ്സ്മാൻ പറയുന്ന കാര്യങ്ങളിൽ ക്യാപിറ്റലിസത്തിനകത്തുള്ള ഏലിയനേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നു. ഏലിയനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന പ്രവൃത്തി ഇയാളെ സംബന്ധിച്ചിട്ട് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു വർക്കാണ്. എന്നാൽ ഒരു 10,000 ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് ലഭിക്കില്ല. അയാൾ വെറും ഒരു ഹാർഡ് വർക്കറായിട്ട് മാത്രം മാറുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ വർക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നതിനെയാണ് ഈ ക്യാപിറ്റലിസത്തിനകത്തുള്ള ഏലിയനേഷൻ എന്ന് പറയുന്നത്. അത്തരം ഒരു അവസ്ഥ ഈ സ്റ്റോറിയുടെ എൻഡിങ്ങിൽ ഹൈലൈറ്റ് ചെയ്യുന്നു. The final remark that the baskets woven with his soul escape becoming American garbage cans reinforces the story's critique of a system that treats human labor as disposable. ഇനി ഈ സ്റ്റോറി ഒരു കമൻ്ററിയോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത്. ഇയാളുടെ ആത്മാവിന് എഴുതി ചേർത്തിട്ടുള്ള ഈ ബാസ്ക്കറ്റുകൾ അമേരിക്കയിലെ ഗാർബേജ് കാനുകളായി മാറുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവായി എന്നുള്ളൊരു കമൻ്ററിയാണ് ഈ സ്റ്റോറിയുടെ അവസാനത്തിൽ പറയുന്നത്. അപ്പോൾ അത്തരം ഒരു കമൻ്ററിയിലൂടെ ഈ മനുഷ്യ അധ്വാനത്തിന് ഒരു വാല്യൂ കൊടുക്കാത്ത ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനുള്ള ഒരു വിമർശനം നമ്മൾ ഈ സ്റ്റോറിയുടെ എൻഡിങ്ങിനകത്ത് കാണുന്നു. കമൻറ്റ് ഓൺ ദ നറേറ്റീവ് സ്റ്റൈൽ എംപ്ലോയിഡ് ബൈ ബി ട്രാവൺ. ഇനി ഈ സ്റ്റോറിയിലെ നറേറ്റീവ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ട്രാവൺ യൂസസ് എ സിമ്പിൾ ഡയറക്റ്റ് നറേറ്റീവ് സ്റ്റൈൽ അവോയ്ഡിങ് എക്സസീവ് ഡിസ്ക്രിപ്ഷൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് ഒന്നുമില്ലാത്ത ഒരു നറേറ്റീവ് സ്റ്റൈലാണ് ഈ സ്റ്റോറിയിലുള്ളത്. ദിസ് മേക്സ് ദ സ്റ്റോറി റിയലിസ്റ്റിക് ആൻഡ് ആക്സസിബിൾ, ഡ്രോവിങ് അറ്റൻഷൻ ടു ഇറ്റ്സ് തീംസ്. അപ്പോൾ അത്തരത്തിൽ ഈ സ്റ്റോറി റീഡേഴ്സിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ തീംസ് ആക്സസിബിൾ ആയിട്ട് അവതരിപ്പിക്കാനും കഴിയുന്നു. The impartial third-person perspective allows the reader to interpret events without heavy authorial interference. ഇനി ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ സ്റ്റോറി നറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ക്രാഫ്റ്റ്സ്മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുമല്ല, അതുപോലെ തന്നെ ആ ബിസിനസ്മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുമല്ല, മറിച്ച്
ആ സ്റ്റോറി ഒരു ഒബ്ജക്റ്റീവായിട്ട് പുറമേ നിന്ന് നോക്കി കാണുന്ന ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ ഇവൻറ്റ്സ് എല്ലാം റീഡേഴ്സിന് തന്നെ പേഴ്സണലായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. ഇറ്റ് മേക്സ് എ ക്രിട്ടിക് ഓഫ് ക്യാപിറ്റലിസം മോർ സബ്റ്റിൽ യെറ്റ് പവർഫുൾ. അപ്പോൾ നമ്മുടെ ഓദർ തന്നെ ക്യാപിറ്റലിസത്തിനെ വിമർശിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കുന്നില്ല, മറിച്ച് ആ ഇവന്റ് അവതരിപ്പിക്കുന്നതിലൂടെ അവിടെ നാച്ചുറൽ ആയിട്ടൊരു വിമർശനം രൂപപ്പെടുത്തുന്ന സിറ്റുവേഷൻ ഈ നരേറ്റീവിലൂടെ സാധിക്കുന്നു. The narrative juxtaposes Mr. Winthrop's capitalist mindset with the Indians' traditional values. ഇനി നരേറ്റീവിനകത്ത് നമ്മൾ കാണുന്നത് രണ്ട് വ്യത്യസ്ത പോയിന്റ് ഓഫ് വ്യൂ ആണ്. വിൻത്രോപ്പിൻ്റെ ക്യാപിറ്റലിസ്റ്റ് മൈൻഡ് സെറ്റും അതുപോലെ ഇന്ത്യൻ്റെ ട്രഡീഷണൽ വാല്യൂസിൻ്റെ ഒരു പെർസ്പെക്റ്റീവും നമ്മളിതിൽ കാണുന്നു. ഇറ്റ് ഹൈലൈറ്റ്സ് യുവർ ഇറക്കൺസീലബിൾ വേൾഡ് വ്യൂസ്. അങ്ങനെ ഈ രണ്ട് പേരുടെയും വ്യൂസ് അവതരിപ്പിക്കുന്നതിലൂടെ ഈ ക്യാപിറ്റലിസ്റ്റ് മൈൻഡ് സെറ്റിൻ്റെയും ട്രഡീഷണൽ വാല്യൂസിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ അവതരിപ്പിക്കുന്നു. Instead of explicitly condemning capitalism, Travan lets the irony of the situation speak for itself. അപ്പോൾ അത്തരത്തിൽ ഓദർ തന്നെ ഈ ക്യാപിറ്റലിസത്തിനെ വിമർശിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ആ സ്റ്റോറിയിലെ ഇവന്റിലൂടെ ഒരു ക്രിറ്റിസിസം നാച്ചുറൽ ആയിട്ട് രൂപപ്പെടുന്ന രീതിയിലാണ് നരേറ്റീവ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ഡ്രിവൺ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് പേഴ്സണൽ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഈസ് എവിഡൻറ്റ് ത്രൂ ആക്ഷൻ റദർ ദാൻ ഡയറക്റ്റ് കമന്ററി. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയിലെ നരേറ്റർ തന്നെ ഇത്തരം തീമുകൾ ഇങ്ങനെ പറയുന്നതിന് പകരം ആ സ്റ്റോറിയിലെ ഇവന്റ് മാത്രം അവതരിപ്പിച്ചുകൊണ്ട് അതിലൂടെ റീഡേഴ്സിന് അത് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നരേറ്റീവാണ് ഈ സ്റ്റോറിക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ജസ്റ്റിഫൈ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി. ഈ സ്റ്റോറിയുടെ ടൈറ്റിലിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. The title refers to the industrial process where goods are produced in large quantities with a standardized efficiency. അസംബ്ലി ലൈൻ എന്നുള്ള ഈ ടൈറ്റിൽ റെഫർ ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനെയാണ്. അസംബ്ലി ലൈൻ എന്നുള്ള ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനകത്ത് നടക്കുന്നത് നമുക്കറിയാം, ഫാക്ടറികളിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ചേർന്നുകൊണ്ട് മാസ് പ്രൊഡക്ഷൻ നടത്തുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ബാസ്ക്കറ്റ് ഒരു അസംബ്ലി ലൈൻ പ്രോസസ്സിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ അത് നെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെ കൊണ്ടുവരുന്നു, ഒരാൾ അതിങ്ങനെ നെയ്യുന്നു, വേറൊരാൾ അതിന് കളറടിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരാൾ തന്നെ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിന് പകരം അതിലെ ഓരോ പാർട്ടുകൾ ഇങ്ങനെ ഓരോ ആളുകൾ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പ്രൊഡക്ഷനെയാണ് അസംബ്ലി ലൈൻ എന്ന് പറയുന്നത്. ദിസ് കോൺട്രാസ്റ്റ് ഷാർപ്ലി വിത്ത് ദി ഇന്ത്യൻ ക്രാഫ്റ്റ്സ്മാൻസ് ഹാൻഡ് മെയ്ഡ് ബാസ്ക്കറ്റ്സ് വിച്ച് ആർ ക്രിയേറ്റഡ് വിത്ത് പേഷ്യൻസ്, ട്രഡീഷൻ ആൻഡ് കെയർ. ഇത് നമ്മുടെ ഇന്ത്യൻ ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയാണ്. ഇന്ത്യനെ സംബന്ധിച്ചിട്ട് അയാൾ തന്നെയാണ് ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിനായിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അയാൾ വളരെ കെയറോടുകൂടി പേഷ്യൻസോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ അസംബ്ലി ലൈനിൽ നമ്മൾ പറഞ്ഞു, ഒരാൾ തന്നെ ഇതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ഓരോരുത്തരും ഓരോ പാർട്ടുകൾ ചെയ്യുന്ന തരത്തിലുള്ള ഫാക്ടറി വർക്കിനെയാണ് നമ്മൾ അസംബ്ലി ലൈൻ എന്ന് പറയുന്നത്. Mr. Winthrop, a businessman, sees the Indians' work as an opportunity for mass production and profit. മിസ്റ്റർ വിൻത്രോപ്പ് ഒരു ബിസിനസ്സുകാരനാണ്. അയാൾ ഈ ക്രാഫ്റ്റ്സ്മാൻ്റെ ബാസ്ക്കറ്റ് കാണുന്ന സമയത്ത് അതിങ്ങനെ ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ലാഭം ഉണ്ടാക്കാമെന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. He attempts to incorporate the Indian's art into an industrial system, disregarding the personal and the cultural significance behind it. അയാൾ ഇന്ത്യക്കാരനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് ബാസ്ക്കറ്റ് ഉണ്ടാക്കിയാൽ പൈസ ഉണ്ടാക്കാം, അപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വേറെ ആളുകളെ കൂട്ടിന് വിളിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു അസംബ്ലി ലൈൻ സിസ്റ്റം ഉണ്ടാക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിൽ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, കൾച്ചറൽ സിഗ്നിഫിക്കൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അയാൾ വിലയെടുക്കുന്നില്ല. The Indian refuses to participate in mechanized soulless labor, highlighting its resistance to exploitation. എന്നാൽ നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത് ഇത്തരം ഒരു മെക്കാനിക്കൽ ലേബർ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ തയ്യാറാവുന്നില്ല. അയാൾ അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയെ നിരാകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഹിസ് ഇൻസിസ്റ്റൻസ് ഓൺ ദ ട്രൂ വാല്യൂ ഓഫ് ഹിസ് വർക്ക് ഡിഫൈസ് ദ ക്യാപിറ്റലിസ്റ്റ് ടെൻഡൻസി ടു റെഡ്യൂസ് സ്കിൽഡ് ലേബർ ടു മിയർ പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. അപ്പോൾ ഇയാളുടെ ഈ ഒരു ഹാർഡ് വർക്കിൻ്റെ ട്രൂ വാല്യൂവിനെ കുറിച്ച് അയാൾ സംസാരിക്കുന്നുണ്ട്. കാരണം ഇത് ഫോറസ്റ്റിൽ കൊണ്ടുപോയി വന്ന് ശേഖരിക്കണം, അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ
അത്രയും വർക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇങ്ങനെ ഹ്യൂമൻ ലേബർ യൂസ് ചെയ്യുക എന്നുള്ള ക്യാപിറ്റലിസത്തിൻ്റെ ഈ ടെൻഡൻസിയെ ഇവിടെ വിമർശന വിധേയമാക്കുന്നുണ്ട്. ദ സ്റ്റോറീസ് ടൈറ്റിൽ ഈസ് ഐറോണിക് ബിക്കോസ് ദി ഇന്ത്യൻ പ്രാക്ടിക്കലി സ്കൂൾസ് ദ ബിസിനസ് മാൻ അബൌട്ട് ദ വാല്യൂ ഓഫ് ലേബർ. ഇതുകൂടാതെ അസംബ്ലി ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്നത് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉള്ള ഒരു അസംബ്ലി ലൈനാണ്. അത്തരത്തിലുള്ള ഒരു റെഫറൻസ് കൂടി ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഈ ക്രാഫ്റ്റ്സ്മാൻ ഈ ബിസിനസ് മാനെ സത്യത്തിൽ സ്കൂൾ ചെയ്യുക അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ലേബറിൻ്റെ വാല്യൂവിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അയാൾ ഈ ബിസിനസ്സുകാരനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹെൻസ് ദ ടൈറ്റിൽ റെഫേഴ്സ് ടു സ്കൂൾ അസംബ്ലി വേർ മിസ്റ്റർ വിൻത്രോപ്പ് ലേൺസ് ഹിസ് ലെസൺ. അപ്പോൾ ഈ ബിസിനസ്സുകാരൻ അയാളുടെ പാഠങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂൾ അസംബ്ലി എന്നുള്ള രീതിയിലും നമുക്ക് ഈ ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് പറയാവുന്നതാണ്. The title encapsulates the story's central conflict, the clash between traditional craftsmanship and mass production. ഇനി ഈ സ്റ്റോറിയിലെ പ്രധാന തീമുകളിൽ ഒന്നാണ് ഈ ട്രഡീഷണൽ ക്രാഫ്റ്റ്സ്മാൻഷിപ്പും അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ മാസ് പ്രൊഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ മാസ് പ്രൊഡക്ഷനെ സൂചിപ്പിക്കുന്ന അസംബ്ലി ലൈൻ എന്നുള്ള ടൈറ്റിലിനകത്ത് ആ ഒരു തീം എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാം. It serves as a critique of capitalism's dehumanizing impact on labor and the refusal of one man to be reduced to an industrial worker. ഇത് കൂടാതെ നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിനകത്ത് ഈ ഹ്യൂമൻ ലേബറിന് അല്ലെങ്കിൽ മനുഷ്യരുടെ അധ്വാനത്തിന് ഒരു വില കൊടുക്കാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ക്യാപിറ്റലിസത്തിനകത്ത് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിസം ആയിട്ടുള്ള അസംബ്ലി ലൈൻ എന്നുള്ള ടൈറ്റിൽ ഈ സ്റ്റോറിയുടെ സെൻട്രൽ തീമുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ബി ട്രാവൺ അൺറാവൽ ദ വൈൽഡ് ഡിസൈൻസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി ഫ്രം എ പ്രൊലറ്റേറിയൻ പെർസ്പെക്റ്റീവ്. ഇനി ഈ സ്റ്റോറിക്കകത്ത് ഈ മുതലാളിത്തത്തിനകത്തുള്ള ഈ മനുഷ്യ അധ്വാനത്തിന് വില കൊടുക്കാത്ത ഈ ഒരു സിറ്റുവേഷൻ ഒരു തൊഴിലാളി പക്ഷത്ത് നിന്ന് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? The story exposes how capitalism seeks to profit from the labor of the working class while disregarding their well-being. അപ്പോൾ ഈ ക്യാപിറ്റലിസത്തിനകത്ത് തൊഴിലാളികളുടെ അധ്വാനം ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും എന്നാൽ തൊഴിലാളികളുടെ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഈ സ്റ്റോറിക്കകത്ത് അവതരിപ്പിക്കുന്നു. മിസ്റ്റർ വിൻത്രോപ്പ് ഡസ് നോട്ട് അപ്രീഷിയേറ്റ് ദി ഇന്ത്യൻസ് ആർട്ടിസ്റ്ററി ബട്ട് സീസ് ഇറ്റ് ആസ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ടു മാക്സിമൈസ് പ്രോഫിറ്റ്സ് അറ്റ് മിനിമൽ കോസ്റ്റ്. മിസ്റ്റർ വിൻത്രോപ്പ് ഈ ഇന്ത്യൻ ഉണ്ടാക്കുന്ന ബാസ്ക്കറ്റുകൾ കാണുന്ന സമയത്ത് അതിൻ്റെ ആർട്ട് എത്ര മനോഹരമാണെന്ന് പറഞ്ഞ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതല്ല നമ്മൾ കാണുന്നത്, മറിച്ച് അയാളുടെ ഫോക്കസ് പോകുന്നത് അതിന് വില കുറവാണ്, അപ്പോൾ അത് ഒരുപാട് എടുത്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാമെന്ന രീതിയിലേക്കാണ് അയാളുടെ ഫോക്കസ് പോകുന്നത്. The craftsman sees his basket making as a spiritual and meaningful act, but capitalism seeks to turn it into soulless mechanical labor. ഇനി ഈ ക്രാഫ്റ്റ്സ്മാനെ സംബന്ധിച്ചിട്ട് ബാസ്ക്കറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അയാളുടെ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആണ്, ഒരു സ്പിരിച്വൽ ആക്ട് ആണ്. എന്നാൽ ക്യാപിറ്റലിസത്തിനകത്ത് അതൊരു മെക്കാനിക്കൽ ലേബർ ആക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. His refusal to mass produce highlights the alienation that occurs when workers are forced to separate their labor from personal ഫുൾഫിൽമെന്റ്. ക്യാപിറ്റലിസത്തിനകത്തുള്ള പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം മാർക്സിസ്റ്റ് ഐഡിയോളജിയിലും പറയുന്നത് ഏലിയനേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് പേഴ്സണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാവണം, നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും നമ്മുടെ വർക്ക് എന്നുള്ളതാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ജോലി ഇയാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് പേഴ്സണലി ഫുൾഫിൽ ചെയ്യുന്ന ഒന്നാണ്, അയാൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന വർക്കാണ്. എന്നാൽ ഇതൊരു മാസ് പ്രൊഡക്ഷനിലേക്ക് പോകുന്ന സമയത്ത് 10,000 ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിട്ട് അത് പേഴ്സണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിരിക്കില്ല, അത് ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ജോബായിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് അയാൾക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു പേഴ്സണൽ ഫുൾഫിൽമെന്റിന്റെ വാല്യൂ അയാൾക്ക് ലഭിക്കണം എന്നാണ് അയാൾ പറയുന്നത്. അതായത് അയാൾ എൻജോയ് ചെയ്തുകൊണ്ട് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് പോലെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ആ ബാസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ അതേ വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അയാളുടെ വർക്കിനുള്ള കറക്റ്റ് വാല്യൂ കൊടുക്കണം എന്നാണ് അയാൾ ആർഗ്യൂ ചെയ്യുന്നത്. The Indian represents a self-sustaining lifestyle relying on farming and craftsmanship, while capitalism encourages dependency on wages and industrial systems. ഇനി ഇന്ത്യനെ സംബന്ധിച്ചിട്ടൊരു സെൽഫ് സസ്റ്റൈനിങ് ലൈഫ് സ്റ്റൈൽ ആണുള്ളത്. അയാൾ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ജീവിത രീതി നയിക്കുന്നു, അയാൾ കൃഷി ചെയ്യുന്നു, അയാൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ അയാൾ തന്നെ ഉണ്ടാക്കുന്നു. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ അധികം പൈസ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്നാൽ ക്യാപിറ്റലിസത്തിനകത്ത് കാണുന്നത് ഈ കൃഷിയൊന്നും ചെയ്യേണ്ട, പകരം ഈ ബാസ്ക്കറ്റ് കുറേ ഉണ്ടാക്കി
കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ള രീതിയിൽ ആളുകളെ ഈ ഒരു വേജിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു വേതനത്തിന് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ സെൽഫ് സസ്റ്റൈനിങ് അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരു ടെൻഡൻസി ഇവിടെ അവതരിപ്പിക്കുന്നു. ഹിസ് കാൽക്കുലേഷൻ ഓഫ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മാസ് പ്രൊഡക്ഷൻ എക്സ്പോസസ് ഹൗ ക്യാപിറ്റലിസം എക്സ്പ്ലോയ്റ്റ്സ് ദ ലേബർ ഓഫ് വർക്കേഴ്സ്. ഇതുകൂടാതെ അയാൾ ഈ ഒരുപാട് ബാസ്ക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ചെലവ് വരും എന്നുള്ളത് അയാളുടെ അധ്വാനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റോറിക്കകത്ത് കണ്ടിരുന്നു, മാർക്കറ്റിനകത്ത് ഇയാളുടെ ഈ ബാസ്ക്കറ്റ് വാങ്ങാൻ വരുന്ന ആളുകൾ വിലപേശുമ്പോൾ പോലും ഇത് കാട്ടുന്ന വെറുതെ കിട്ടുന്നത് കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ എന്നുള്ള രീതിയിൽ ആ ഒരു വസ്തുവിന്റെ വാല്യൂ ആണ് എല്ലാവരും നോക്കുന്നത്. അതിന്റെ പിന്നിലുള്ള അധ്വാനത്തിന്റെ വാല്യൂ ആരും കാണുന്നില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു വർക്കേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ഈ സ്റ്റോറിക്കകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. The baskets are artistic and culturally significant, but in the capitalist system, they are reduced to mere chocolate boxes. ഇനി ഇയാളെ സംബന്ധിച്ചിട്ട് ഈ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അയാൾക്ക് ട്രഡീഷണലിയും അതുപോലെ തന്നെ കൾച്ചറലിയും വാല്യൂ ഉള്ള ഒരു കാര്യമാണ്, ഒരു ആർട്ടാണത്. എന്നാൽ ക്യാപിറ്റലിസത്തിനകത്ത് അതൊരു ചോക്ലേറ്റ് ബോക്സ് ആയിട്ട് കാണാനാണ് ശ്രമിക്കുന്നത്. ദിസ് റിഫ്ലെക്ട്സ് ഹൗ ക്യാപിറ്റലിസം ഇറേസസ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ട്രഡീഷൻ, ടേണിംഗ് എവറിത്തിങ് ഇൻ ടു എ മീൻസ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ക്യാപിറ്റലിസത്തിനകത്ത് ഈ ആർട്ടോ അല്ലെങ്കിൽ ട്രഡീഷനോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല. അവിടെ പ്രോഫിറ്റ് എന്നുള്ളൊരു കാര്യത്തിന് മാത്രമാണ് വാല്യൂ കൊടുക്കുന്നത് എന്നുള്ള ഒരു തീം കൂടി കാണുന്നു. Raven does not openly condemn capitalism, but lets the events speak for themselves, allowing the irony of the situation to highlight its flaws. ഇതുകൂടാതെ നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഈ സ്റ്റോറിയുടെ നരേറ്റീവ്, ഈ നരേറ്റർ തന്നെ ക്യാപിറ്റലിസത്തെ വിമർശിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല, മറിച്ച് ആ സ്റ്റോറിയിലെ സിറ്റുവേഷൻ അവതരിപ്പിച്ചുകൊണ്ട് ആ സിറ്റുവേഷനിലൂടെ റീഡേഴ്സിന് സ്വാഭാവികമായിട്ട് ഈ ക്യാപിറ്റലിസത്തിനകത്തുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇദ്ദേഹം ഈ സ്റ്റോറി അവതരിപ്പിച്ചിരിക്കുന്നത്. The story presents a proletarian perspective, showing how the working class is expected to conform to an exploitative system. അപ്പോൾ അത്തരത്തിൽ ഈ തൊഴിലാളി പക്ഷത്തു നിന്നുള്ള ഒരു വീക്ഷണമാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. പ്രത്യേകിച്ചും തൊഴിലാളികളുടെ അധ്വാനത്തിന് ക്യാപിറ്റലിസത്തിനകത്ത് എങ്ങനെയാണ് വാല്യൂ കൊടുക്കാത്തത് എന്നുള്ളൊരു കാര്യം ഈ സ്റ്റോറിക്കകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നു. ദി ഇന്ത്യൻസ് റിഫ്യൂസൽ ആക്ട്സ് ആസ് എ സിംബൽ ഓഫ് പ്രൊലറ്റേറിയൻ റെസിസ്റ്റൻസ്. അത്തരത്തിൽ ഇയാളുടെ ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ സ്റ്റോറിക്കകത്ത് കാണുന്നത് തൊഴിലാളി വർഗത്തിന്റെ ആകെയും റെസിസ്റ്റൻസിന്റെ ഒരു സിംബൽ എന്നുള്ള രീതിയിലാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.